ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് പരീക്ഷാ ഭവൻ ഇത്തവണ കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ജൂണിൽ നമ്മുടെ കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നു, അതിനനുസരിച്ച് എക്സാം നടക്കുന്നു എന്നായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ സമയം പരീക്ഷാ ഭവൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പുതിയ കേട്ടറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഒരുവിധം എല്ലാ കുട്ടികളും ഇതിനോടകം തന്നെ നമ്മുടെ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ തകൃതിയായിട്ടുള്ള പഠിത്തവും ആരംഭിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. സാധാരണഗതിയിൽ കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ ഭൂരിഭാഗം പേരും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട, പഠിച്ചു തുടങ്ങിക്കോളൂ. അത്യാവശ്യം വലിയൊരു സിലബസ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾക്കും പഠിക്കാനായിട്ടുള്ള സമയമുണ്ട് അല്ലേ. നമ്മുടെ മുന്നിൽ ഏകദേശം ഒരു 30-35 ദിവസം ഇനിയും കിടപ്പുണ്ട്. നല്ല രീതിയിൽ നമ്മൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഇത്തവണത്തെ കേട്ടറ്റ് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് വാരി വലിച്ചു പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ആ സിലബസ് കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, ഒരു സ്മാർട്ട് ലേണിംഗ് ആണ് അല്ലേ. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, അതിൻ്റെ നമുക്കറിയാം. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, അതിൽ നിന്നും എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടുന്ന ഏരിയ ഏതാണോ അത് ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മളെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള പഠനത്തിനെയാണ് നമ്മൾ സ്മാർട്ട് ലേണിംഗ് എന്ന് വിളിക്കുന്നത് അല്ലേ. വാരി വലിച്ച് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ നമുക്ക് എന്താണ്, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കുറേ PYQs ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഏതാണ്. അത് മനസ്സിലാക്കി അതിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ടീം സൈലത്തിൻ്റെ കൂടെ കേട്ടറ്റ് പഠിച്ച് യോഗ്യത നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് ഈ കാണുന്നത്. ഇതുകൂടാതെ ഇനിയും ധാരാളം പേര് നമ്മുടെ കൂടെ പഠിച്ച് കേട്ടറ്റ് യോഗ്യത നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടാണ് ടീം സൈലം കേട്ടറ്റ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നു, ഇനി എന്ത് ചെയ്യണം, നമ്മളുടെ പഠനം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു പ്ലാൻ ടീം സൈലത്തിനുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ കൊടുക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സാണ് ഇനി കവർ ചെയ്ത് പോകേണ്ടത്, കുട്ടികൾ കൂടുതലായും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെ PYQs റിവൈസ് ചെയ്യണം, ഇതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ടൊരു പ്ലാൻ ടീം സൈലത്തിനുണ്ട്. അപ്പം അതനുസരിച്ചിട്ടാണ് നമ്മുടെ കേട്ടറ്റ് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കേട്ടറ്റ് കാറ്റഗറി 1-നും കാറ്റഗറി 2-നും അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 3 സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള സബ്ജക്ട്സിനുമാണ് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള ടോപ്പിക്സ് അനുസരിച്ച് അതേ ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരുപാട് പേര് വർക്കിംഗ് ആയിരിക്കും, അതല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ആകുമ്പോൾ എപ്പോഴാണ് അവർ ഫ്രീ ആകുന്നത് ആ ഒരു സമയത്തിരുന്ന് റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സിലബസിൽ പറയുന്ന ടോപ്പിക്സ് വളരെ പെട്ടെന്ന് കവർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ റെക്കോർഡഡ് ക്ലാസ് വഴി നിങ്ങൾ കണ്ടിട്ടുള്ള ടോപ്പിക്സിൻ്റെ ഒരു റിവിഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈവ് സെഷൻസിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വെറുതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ. പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് ഓർമ്മയുണ്ട് എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ട് ഇനി എത്രത്തോളം ദിവസം നമ്മുടെ മുന്നിലുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ എന്നാണോ പഠിക്കാനായിട്ട് റെഡിയാകുന്നത് അപ്പോൾ പഠിച്ചു തുടങ്ങിയാലേ അത് നമ്മുടെ തലയിലിരിക്കുകയുള്ളൂ അല്ലേ. ഇതാര് പറയുന്നതാണ്, ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ കേട്ടറ്റ് കിട്ടിയില്ലെങ്കിലും അടുത്ത കേട്ടറ്റ് ഉണ്ടല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പോഴേ മാറ്റി വയ്ക്കാം. ഇതെൻ്റെ അവസാനത്തെ കേട്ടറ്റാണ്, ഈ കേട്ടറ്റ് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി ഇല്ല എന്നുള്ള ഒരു ചിന്ത അത് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇത് അവസാനത്തെ കേട്ടിട്ടാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല, എന്തോരം കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, ഏതൊക്കെ രീതിയിൽ PYQ അനലൈസ് ചെയ്യണം, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണയില്ലെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്തോളൂ, നേരെ നമ്മുടെ അടുത്തേക്ക് വന്നോളൂ. നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോഴും പഠിച്ചു തുടങ്ങാനായിട്ട് വൈകിയിട്ടില്ല.
നമുക്ക് ഈ കേട്ടിട്ട് നേടിയെടുക്കാനായിട്ട് എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, അത്രത്തോളം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്. നമ്മൾ പറയുന്ന ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോന്നോളൂ. ഇത്തവണത്തെ കേട്ടിട്ട് നിങ്ങൾ ഉറപ്പായും നേടിയിരിക്കും. ഇത് നമ്മുടെ ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോണ്ടാക്ട് ചെയ്താൽ മതി. വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന കേട്ടറ്റിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സൈക്കോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. നമുക്കറിയാം അല്ലേ, കേട്ടിട്ട് കാറ്റഗറി 1-നാണെങ്കിലും 2-നാണെങ്കിലും 3-ക്കാണെങ്കിലും ഒരു 30 മാർക്ക്, അതല്ലെങ്കിൽ ഇപ്പോൾ 3-നെ സംബന്ധിച്ചിടത്തോളം 40 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമായിരിക്കും ചിലപ്പോൾ സൈക്കോളജി. അവിടെ ഒരുപാട് തിയറീസ് പഠിക്കണം, അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ നോക്കണം, കോൺസെപ്റ്റുകൾ പഠിക്കണം, കുറേ പേരുകൾ പഠിക്കണം, കുറേ ആളുകളെ നമ്മൾ പഠിക്കണം. അതൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ചിലപ്പോൾ നമുക്കിങ്ങനെ തലതിരിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ സൈക്കോളജി പഠിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചില സൂത്ര വഴികളിൽ കൂടെയൊക്കെയാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ സൈക്കോളജി പഠിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഒരു 30 മാർക്ക് 40 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ക്വാളിഫയിങ് മാർക്കിനെ വളരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ സൈക്കോളജിയിലെ കുറച്ച് PYQസും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? According to Jean Piaget, which of the following is necessary for learning? അല്ലേ, ജീൻ പിയാഷെ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ ഒരു കാലത്തും മറക്കില്ല. പ്രത്യേകിച്ച് കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന DLED BEd കഴിഞ്ഞിട്ടുള്ള ഏതൊരു കുട്ടിയും വളരെ നല്ല രീതിയിൽ ഓർത്തിരിക്കുന്ന ഒരു പേരാണ് ജീൻ പിയാഷെ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ ലേണിങ്ങിന് വളരെ നെസസറി ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണ്? ആക്റ്റീവ് എക്സ്പ്ലോറേഷൻ ഓഫ് ദ എൻവയോൺമെന്റ് ബൈ ദ ലേണർ, B. Observing the behavior of adults, C. Belief in immanent justice, D. Reinforcement by teachers and parents. ഇവിടെ ഏത് കാരണമാണ് അല്ലെങ്കിൽ എന്താണ് ലേണിംഗ് നടക്കാനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്ന് പിയാഷയുടെ അഭിപ്രായത്തിലാണ് കേട്ടോ, നമ്മുടെ അഭിപ്രായത്തിലല്ല. പിയാഷയുടെ അഭിപ്രായത്തിൽ നെസസറി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എൻവയോൺമെന്റിനെ നമ്മൾ ആക്റ്റീവായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതാണോ, അതല്ലെങ്കിൽ നമ്മുടെ അഡൾട്ട്സിൻ്റെ മുതിർന്ന ആളുകളുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നതാണോ, അതല്ലെങ്കിൽ ഇമ്മനന്റ് ജസ്റ്റിസ് അല്ലേ, ഒരു നീതി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ബിലീവ് ചെയ്യുമ്പോഴാണോ ലേണിംഗ് നടക്കുന്നത്, അതല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും റീഎൻഫോഴ്സ്മെൻറ്റ് മൂലമാണോ ലേണിംഗ് നടക്കുന്നത്? ഇതിൽ ഏത് കോൺസെപ്റ്റാണ് പിയാഷെ കൊണ്ടുവന്നിട്ടുള്ളത്? ഏത് കോൺസെപ്റ്റാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ്? ഓപ്ഷൻ എ ആണ്, ആക്റ്റീവ് എക്സ്പ്ലോറേഷൻ ഓഫ് ദ എൻവയോൺമെന്റ് ബൈ ദ ലേണർ. ലേണിംഗ് നടക്കുന്നത് എങ്ങനെയാണ്? ഒരു ലേണർ എപ്പോഴാണോ തൻ്റെ ചുറ്റുപാടിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് എന്ത് നടക്കുന്നത്? ലേണിംഗ് നടക്കുന്നത് അല്ലേ. നമുക്കറിയാം സ്കീമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ധാരാളം സ്കീമകളുണ്ട്. ഈ സ്കീമകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ലേൺ ചെയ്യുന്നത്. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ എൻവയോൺമെൻറ്റിലുണ്ട്. അപ്പോൾ ഈ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചറിഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ പുതിയ ഒരു സ്കീമയായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പിയാഷെയാണ്. അപ്പോൾ അദ്ദേഹമാണ് കൊഗ്നിറ്റീവ് തിയറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറിയിൽ നിന്നും 3-4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അദ്ദേഹത്തിൻ്റെ അസിമിലേഷൻ, അക്കോമഡേഷൻ, അതുപോലെ തന്നെ സ്റ്റേജസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊക്കെ എന്താണ്? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. എ ചൈൽഡ്സ് നോട്ട്ബുക്ക് ഷോസ് എറേഴ്സ് ഇൻ റൈറ്റിംഗ് ലൈക്ക് റിവേഴ്സ് ഇമേജസ്, മിറർ ഇമേജിംഗ് എക്സെട്ര. സച്ച് എ ചൈൽഡ് ഈസ് ഷോയിങ് സൈൻസ് ഓഫ്. ഇവിടെ എന്താണ്? കറക്റ്റ് ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇവിടെ എന്താണ്? ഒരു കുട്ടിയുടെ നോട്ട്ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ അതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? കുട്ടിയുടെ റൈറ്റിങ്ങിൽ കുറച്ച് എറേഴ്സ്, കുറച്ച് മിസ്റ്റേക്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ആ മിസ്റ്റേക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്? റിവേഴ്സ് ഇമേജസ്, മിറർ ഇമേജിങ്. ചില കുട്ടികളുണ്ട് എഴുതുമ്പോൾ അവരെന്താണ് തിരിച്ചിട്ടിട്ടാണ് എഴുതുക. നമ്മൾ മിറേഴ്സിൽ കണ്ണാടിയിൽ എങ്ങനെയാണോ നമ്മൾ അക്ഷരങ്ങൾ കാണുന്നത് ആ രീതിയിലായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് ആ കുട്ടി നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളത്. അത് വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, എങ്ങനെയോ എന്താണ് അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ തലതിരിച്ച് എഴുതി വെക്കുന്ന ഒരു രീതി കുട്ടിയുടെ ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ ഇതെന്തിനുള്ള സൈൻ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്?
ലേണിംഗ് ഡിസഡ്വാൻറ്റേജ്, ലേണിംഗ് ഡിസബിലിറ്റി, ലേണിംഗ് ഡിഫിക്കൽട്ടി, ലേണിംഗ് പ്രോബ്ലം. ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇതെന്തുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കോൺസെപ്റ്റ് ആണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുക, അല്ലേ? നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉത്തരങ്ങൾ ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. ഏറ്റവും ഒടുവിൽ നമുക്ക് എത്രത്തോളം കറക്റ്റ് ആൻസർ പറയാൻ പറ്റിയിട്ടുണ്ട് എന്ന് നോക്കാം, അല്ലേ? ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ലേണിംഗ് ഡിസബിലിറ്റി ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമുക്കറിയാം ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ അത് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടതായിരിക്കാം, റീഡിങ്ങുമായി ബന്ധപ്പെട്ടതായിരിക്കാം, കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടതായിരിക്കാം. ചിലപ്പോൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റേഴ്സ് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ എഴുതുന്നു. ചിലപ്പോൾ വായിക്കുന്ന സമയത്ത് ലെറ്റേഴ്സ് തിരിഞ്ഞും മറിഞ്ഞും നമ്മൾ വായിക്കുന്നു. നമ്മൾ വായിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ശരിക്കും ആയിരിക്കും വായിക്കുന്നത്, പക്ഷെ പുറത്തേക്ക് വരുന്നത് എന്തായിരിക്കും? തല തിരിഞ്ഞിട്ടായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ എന്താണ്? ചിലപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ തെറ്റിപ്പോകുന്നു, നമ്പേഴ്സ് മാറിപ്പോകുന്നു, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ മസിൽസിന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? ലേണിംഗ് ഡിസബിലിറ്റിയുടെ കാറ്റഗറിയിലാണ്. അവിടെയാണ് നമ്മൾ എന്ത് കാണുന്നത്? ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ പോലുള്ള ഡിസബിലിറ്റീസ് കാണുന്നത്. അപ്പോൾ ഡിസബിലിറ്റി എന്ന് പറഞ്ഞ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ലേണിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണ്. അത് എഴുത്തുമായോ വായനയുമായോ ഗണിതവുമായി ബന്ധപ്പെട്ടോ പേശി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ വിളിക്കുന്നത് എന്താണ്? ലേണിംഗ് ഡിസബിലിറ്റി. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള പേരുകൾ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വെൻ ചിൽഡ്രൻ ലേൺ എ കോൺസെപ്റ്റ് ആൻഡ് യൂസ് ഇറ്റ്, പ്രാക്ടീസ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിംഗ് ദ എറേഴ്സ് കമ്മിറ്റഡ് ബൈ ദം. ദിസ് ഐഡിയ വാസ് ഗിവൺ ബൈ. ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരു സിറ്റുവേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലെ? ഇവിടെ എന്താണ് സിറ്റുവേഷനിൽ കൊടുത്തിരിക്കുന്നത്? ഒരു കുട്ടി എന്ത് ചെയ്യാണ്? കോൺസെപ്റ്റുകൾ ലേൺ ചെയ്യുന്നുണ്ട്. ലേൺ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി കുട്ടി എന്താ ചെയ്യുന്നത്? റെഡ്യൂസിങ് ദ എറേഴ്സ്, അല്ലെ? തെറ്റുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് കുട്ടിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ ആരാണ് തന്നിട്ടുള്ളത്? ഒരു കുട്ടി ഒരു കോൺസെപ്റ്റ് ലേൺ ചെയ്യുന്നു, അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു? പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് വഴി കുട്ടിക്ക് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഉണ്ടാകുന്ന എറേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുകയാണ്? റെഡ്യൂസ് ചെയ്യാനായിട്ട്, കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു ഐഡിയ തന്നിട്ടുള്ളത് ആരാണ്? E.L. തൊണ്ടേക്ക്, ജീൻ പിയാഷെ, JB വാട്സൺ, ലെവ് വൈഗോട്സ്കി. ഇതാരുടെ കോൺസെപ്റ്റ് ആണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുന്നു, കോൺസെപ്റ്റ് ലേൺ ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ഇതൊക്കെ വരുന്നത് ആരുമായി ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റിലാണ്? തൊണ്ടേക്കുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്, അല്ലേ? നമ്മൾ തൊണ്ടേക്കിന്റെ തിയറി പഠിക്കുന്ന സമയത്ത് ട്രിലോജി ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കാണുന്നുണ്ട്, അല്ലേ? അവിടെ 3 നിയമങ്ങളാണ് തൊണ്ടേക്ക് അവതരിപ്പിക്കുന്നത്. ലോ ഓഫ് റെഡിനെസ് വരുന്നു, ലോ ഓഫ് എക്സസൈസ് വരുന്നുണ്ട്, ലോ ഓഫ് എഫക്റ്റും വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ കുട്ടി എപ്പോഴാണോ റെഡി ആകുന്നത് ലേൺ ചെയ്യാനായിട്ട്, അപ്പം ലേൺ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് എളുപ്പം കാര്യങ്ങൾ മനസ്സിലാവും, നല്ല രീതിയിലുള്ള റെസ്പോൺസസ് വരും. അതുപോലെ തന്നെ ലേൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? കുട്ടി കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം, അല്ലേ? ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. കുറേ തവണ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിലെ എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കുറയ്ക്കാനായിട്ട് പറ്റുന്നത്. ഇനി ഈ ഒരു ലേൺ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുട്ടിയിൽ ഒരു ഹാപ്പിനെസ് ആണ്, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് സന്തോഷമാണ്, സംതൃപ്തിയാണെങ്കിൽ ആ കാര്യം കുട്ടി എന്ത് ചെയ്യും? പിന്നെയും റിപ്പീറ്റ് ചെയ്യും. അതാണ് ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ത് തന്നെയാണ്? ഈ ട്രിലോജി ഓഫ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് ഈ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യം ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്ന നിയമവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ തൊണ്ടേക്കിൻ്റെ കോൺസെപ്റ്റാണ്. തൊണ്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തിയറിയും എക്സ്പെരിമെൻറ്റും നമുക്ക് എല്ലാ കേട്ടിട്ട് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാനായിട്ട് പറ്റും, അല്ലേ? കാറ്റ് ഇൻ ദ പസിൽ ബോക്സ് ഓർക്കുന്നുണ്ടല്ലോ? പ്രശ്നപേടകത്തിലെ പൂച്ചേനെ വെച്ചിട്ടാണ് പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ആ പരീക്ഷണം നടത്താനായിട്ട് ഒരു ബോക്സിനകത്ത് പൂച്ചേനെ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബോക്സ് ആണ് പസിൽ ബോക്സ് എന്ന് പറയുന്നത്.
അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ 3 നിയമങ്ങൾ കൂടാതെ വേറെയും കുറച്ച് നിയമങ്ങൾ തൊണ്ടയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ തൊണ്ടയ്ക്കിന് ഒരിക്കലും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. Who gives more stress to the philosophy of social constructivism? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ടുള്ള വ്യക്തി ആരാണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരാണ് കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ടുള്ളത്? തന്നിട്ടുള്ളതിൽ ഏത് വ്യക്തിയാണ് ആ ഒരു ഫിലോസഫിയെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? പിയാഷെ, കോൾബർഗ്, വൈഗോട്സ്കി, ഡ്യൂവി. ആരാണ് ചെയ്തിട്ടുള്ളത്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലേ? സാമൂഹ്യ നിർമ്മിതിവാദം ഓർക്കുന്നുണ്ടോ? സാമൂഹ്യ നിർമ്മിതിവാദം. സാമൂഹ്യ നിർമ്മിതിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കുട്ടികള് എന്ത് ചെയ്യുന്നുണ്ട്? നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൊസൈറ്റി അല്ലേ? സമൂഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? അറിവുകൾ നിർമ്മിക്കുന്നത്. അതാണ് നമ്മൾ എവിടെ കാണുന്നത്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ കാണുന്നത്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? പിയാഷെ ആണോ, കോൾബർഗ് ആണോ, വൈഗോട്സ്കി ആണോ, ഡിവി ആണോ? ആരാണ് പറഞ്ഞിട്ടുള്ളത്? കണ്ണും പൂട്ടി നമുക്ക് പറയാൻ പറ്റും അല്ലെ? ആരാണ്? നമ്മുടെ വൈഗോട്സ്കി ആണ്. പിയാഷെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആണ് അല്ലെ? പിയാഷേനെയും ബ്രൂണറിനെയും നമ്മൾ കാണുന്നത് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ടാണ്, ജ്ഞാന നിർമ്മിതിവാദമാണ്. പക്ഷെ അവരുടെ തിയറിയിൽ നിന്ന് ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് നമ്മൾ എവിടെ കാണുന്നത്? വൈഗോട്സ്കിയുടെ തിയറിയിൽ കാണുന്നത്. കുട്ടി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് അറിവ് നിർമ്മിക്കാനായിട്ട് പറ്റില്ല. അറിവ് നിർമ്മിക്കണമെങ്കിൽ അവന് ആരുടെ സഹായം വേണം? കുട്ടിക്ക് സമൂഹത്തിന്റെ സഹായം വേണം അല്ലെ? അവനേക്കാൾ കൂടുതൽ അറിവുള്ള വ്യക്തിയുടെ സഹായത്തോടു കൂടിയാണ് കുട്ടികൾ അറിവ് നിർമ്മിക്കുന്നത്. അതാണ് നമ്മൾ എവിടെ കാണുന്നത്? അദ്ദേഹത്തിന്റെ ZPD എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് കാണുന്നത്. ZPD എന്താണ്? ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെ? ഒരു കുട്ടി ഒറ്റയ്ക്ക് നിന്ന് നേടിയെടുക്കുന്ന ഒരു തലവും മറ്റൊരു വ്യക്തിയുടെ സഹായത്തോടു കൂടി കുട്ടി നേടിയെടുക്കുന്ന ഒരു അച്ചീവ്മെന്റ് ലെവൽ ഉണ്ട് അല്ലെ? അത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം, ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ZPD എന്ന് വിളിക്കുന്നത്. വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് വൈഗോട്സ്കിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ZPD എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. കാരണം ഇന്ന് നമ്മുടെ ക്ലാസ് റൂമുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആണ് അല്ലെ? കുട്ടികൾ എപ്പോഴും എന്താണ്? ഗ്രൂപ്പ് ഡിസ്കഷൻസ്, കൊളാബറേറ്റീവ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്, ബസ് സെഷൻസ് തുടങ്ങിയ രീതികളിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? അറിവുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വൈഗോട്സ്കിയും അദ്ദേഹത്തിന്റെ സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് ലേണർ സെന്റേർഡ് എഡ്യൂക്കേഷൻ ആർ. പെഡഗോജി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സൈക്കോളജിയും പെഡഗോജിയും നമുക്ക് വരും അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലേണർ സെന്റേർഡ് എഡ്യൂക്കേഷന്റെ കാർഡിനൽ പ്രിൻസിപ്പിൾ ഏതാണ്? അതായത് ഫോക്കസിങ് ഏരിയ എന്താണ്? ലേണർ സെന്റേർഡ് ക്ലാസ് റൂം ആണെങ്കിൽ അവിടെ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ലേണിംഗ് ബൈ ഡൂയിങ്, ലേണിംഗ് ബൈ ലിവിങ്, ബോത്ത്, നൺ ഓഫ് ദീസ്. എന്താണ് നടക്കുന്നത്? ലേണർ സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ പ്രോസസ്സിന്റെ സെന്റർ ആയിട്ട് വരുന്നത് ആരാണ്? ലേണറാണ്. മുന്നേ നമുക്ക് എന്താണ് ക്ലാസ് റൂമിൽ കാണാൻ പറ്റുന്നത്? ബിഹേവിയറിസം മോഡലിലായിരുന്നു നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബിഹേവിയറിസം മോഡൽ ആകുമ്പോൾ ഒരു സ്റ്റിമുലസ് കൊടുക്കണം, അതിനനുസരിച്ച് റെസ്പോൺസ് വരുള്ളൂ. സ്റ്റിമുലസ് കൊടുക്കുന്നത് എപ്പോഴും ആരായിരിക്കും? ടീച്ചേഴ്സ് ആയിരിക്കും. ടീച്ചേഴ്സാണ് നോളജ് കുട്ടികൾക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത്. അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? റെസ്പോൺസസ് വരുന്നത്. അവിടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ലേണർ സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. കുട്ടികൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, അറിവുകൾ നിർമ്മിക്കാനായിട്ടുള്ള കഴിവ് അവർക്കുണ്ട്. അതിന് എന്ത് ചെയ്താൽ മാത്രം മതി? ടീച്ചേഴ്സ് ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യുക, സഹായം കൊടുത്താൽ മാത്രം മതി അല്ലേ? അതാണ് ലേണർ സെന്റേർഡ് എഡ്യൂക്കേഷന്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിലെ എന്തൊക്കെ കാര്യങ്ങളെ നമുക്ക് ലേണർ സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്യാം? ലേണിംഗ് ബൈ ഡൂയിങ്, ലേണിംഗ് ബൈ ലിവിങ്, ബോത്ത്, നൺ ഓഫ് ദീസ്. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് അല്ലേ? പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കുക. അതുപോലെ തന്നെ എന്താണ്? ലിവിങ്, ലേണിംഗ് ബൈ ലിവിങ്, ഒരു സിറ്റുവേഷനിൽ ലിവിങ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് രണ്ടും നമുക്ക് എവിടെ കാണാൻ പറ്റും? ലേണർ സെന്റേർഡ് എഡ്യൂക്കേഷനിൽ
കാണാനായിട്ട് പറ്റും. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ജീൻ പിയാഷെ ഈസ് നോൺ ഫോർ, അല്ലേ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ജീൻ പിയാഷയുടെ പ്രത്യേകത എന്തായിരുന്നു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റുകൾ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ എന്താണ് ജീൻ പിയാഷെയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റ്? അദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റ് തിയറി കൊണ്ടുവന്ന ആളാണോ, കൊഗ്നിറ്റീവ് തിയറി ആണോ, ഫീൽഡ് തിയറി ആണോ, ജസ്റ്റാൾട്ട് തിയറി ആണോ? ഏത് കോൺസെപ്റ്റാണ് ജീൻ പിയാഷെ കൊണ്ടുവന്നിട്ടുള്ളത്? ഏത് കോൺസെപ്റ്റാണ് ജീൻ പിയാഷെ കൊണ്ടുവന്നിട്ടുള്ളത്? ഏതായിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്? കൊഗ്നിറ്റീവ് തിയറി, അല്ലേ? നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു കൊഗ്നിറ്റീവ് തിയറിസ്റ്റ് ആണ്. ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര്. അദ്ദേഹമാണ് എന്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? കൊഗ്നിറ്റീവ് സ്ട്രക്ചർ, അതുപോലെ തന്നെ സ്കീമ, പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? അസിമിലേഷൻ, അക്കോമഡേഷൻ, പിന്നെ അദ്ദേഹം പറയുന്ന കാര്യമാണ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ട്. അവിടെയാണ് നമ്മൾ സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഈ സ്റ്റേജുകൾ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ജീൻ പിയാഷെ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് നോട്ട് എ ടെക്നിക് ഓഫ് മോട്ടിവേഷൻ. വിച്ച് ഈസ് എ ടെക്നിക് എന്നല്ല ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഒരു നെഗറ്റീവ് ആണ്, അല്ലേ? നോട്ട് എ ടെക്നിക് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷനുള്ള ടെക്നിക്കുകളുടെ കൂട്ടത്തിൽ പെടാത്തത്. സാധാരണഗതിയിൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഈ നോട്ടൊന്നും അങ്ങോട്ട് കാണില്ല, അല്ലേ? നമ്മൾ എന്താ, മോട്ടിവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മോട്ടിവേഷനുള്ള ടെക്നിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ അങ്ങനെ വായിക്കും, അല്ലേ? മോട്ടിവേഷനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്? വേഗം ഓപ്ഷൻസ് നോക്കും, അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ ഇറക്കി കുത്തും. അതിനുശേഷം മാർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് കാണുന്നത്? അയ്യോ, ഇത് നോട്ട് എ ടെക്നിക് എന്നായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഉത്തരങ്ങളെ തെറ്റിക്കുന്ന പലതരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷാഭാവം കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ നല്ല പോലെ വായിക്കുക. നോട്ട് എന്നാണോ, ഇൻക്ലൂഡഡ് എന്നാണോ, നോട്ട് ഇൻക്ലൂഡഡ് ആണോ, എന്താണോ കൊടുത്തിട്ടുള്ളത് അത് നല്ലപോലെ നല്ല വൃത്തിക്ക് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? മോട്ടിവേഷൻ്റെ ടെക്നിക് അല്ലാത്തത് എന്താണ്? ട്രൈ ടു ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ്, ട്രൈ ടു അവോയ്ഡ് കോമ്പറ്റീഷൻസ്, ഇൻട്രൊഡ്യൂസ് വെറൈറ്റി ഓഫ് ടീച്ചിങ് ടെക്നിക്സ്, റിവാർഡ് സ്റ്റുഡൻസ് പോസിറ്റീവ് ബിഹേവിയർ. തന്നിട്ടുള്ളതിൽ ഏത് കാര്യമാണ് കുട്ടികളുടെ മോട്ടിവേഷനെ വളർത്താത്തത്? അവരെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നതാണോ, അതല്ലെങ്കിൽ കോമ്പറ്റീഷൻസ് അവോയ്ഡ് ചെയ്യുന്നതാണോ, പലതരത്തിലുള്ള ടീച്ചിങ് ടെക്നിക്സ് ഉപയോഗിക്കുന്നതാണോ, ഇനി അതല്ലെങ്കിൽ കുട്ടികളുടെ പോസിറ്റീവായിട്ടുള്ള ബിഹേവിയറിനെ റിവാർഡ്സ് കൊടുക്കുന്നതാണോ? ഇവിടെ ഏത് കാര്യമാണ് അവരുടെ മോട്ടിവേഷനെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് അല്ലാത്തത് ഏതാണ്? ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ്, അല്ലേ? ട്രൈ ടു അവോയ്ഡ് കോമ്പറ്റീഷൻസ്. കോമ്പറ്റീഷൻസ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തിൻ്റെ ആവശ്യം വരില്ല? മോട്ടിവേഷൻ ആവശ്യം വരില്ല, അല്ലേ? എനിക്ക് എല്ലാവരെക്കാൾ മുൻപന്തിയിൽ എത്തണം, നല്ല രീതിയിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി, അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? മോട്ടിവേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഒന്നുമില്ല, എല്ലാവരും ഒരേപോലെയാണ് എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവില്ല? കുട്ടികളുടെ മോട്ടിവേഷൻ വളരില്ല. അവിടെ കുട്ടികളുടെ മനസ്സിൽ എന്തുണ്ടായിരിക്കണം? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പിറ്റന്റ് മൈൻഡ് ഉണ്ടായിരിക്കണം. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് നടക്കുമ്പോഴാണ് അവിടെ എന്തും കൂടെ വരിക? എല്ലാവരും അവരുടെ മാക്സിമം സ്കിൽസ് കാര്യങ്ങളൊക്കെ പുറത്തോട്ടെടുക്കുക. അപ്പം അതാണ് അവരുടെ മോട്ടിവേഷനെ വളർത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അക്കോർഡിംഗ് ടു നോം ചോംസ്കി ദ റുഡിമെന്ററി ഫോം ഓഫ് ലാംഗ്വേജ് ഈസ് ബീയിങ്. എന്താണ് നോം ചോംസ്കി എന്ന് കാണുമ്പോഴേ നമുക്കറിയാം മൂപ്പര് ഏത് ഫീൽഡുമായി ബന്ധപ്പെട്ടതാണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ്, അല്ലേ? ഫാദർ ഓഫ് മോഡേൺ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഫാദർ ഓഫ് മോഡേൺ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. എങ്ങനെയാണ് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് പലതരത്തിലുള്ള വ്യൂ പോയിന്റ്സ് ആണ് പലരും കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോം ചോംസ്കി കൊണ്ടുവന്നിട്ടുള്ള വ്യൂ പോയിന്റ് ആണ്. മൂപ്പര് പറയുന്നത് ഓരോ കുട്ടി ജനിക്കുമ്പോഴും അവരുടെ ലാംഗ്വേജ് നേടിയെടുക്കാനായിട്ടുള്ള ഒരു ഡിവൈസും കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ വേൾഡിലോട്ട്, ഈ ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റുഡിമെന്ററി ഫോം ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത് എന്നാണ്
നോം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? ഫൗണ്ട് ഇൻ സൊസൈറ്റി, സ്റ്റോർഡ് ഇൻ ബ്രെയിൻ, ട്രാൻസ്ഫേർഡ് ത്രൂ എഡ്യൂക്കേഷൻ, ഡെവലപ്ഡ് ബൈ ഇൻറ്ററാക്ഷൻ. എങ്ങനെയാണ് നടക്കുന്നത്? സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ബ്രെയിനിലാണോ നിലനിൽക്കുന്നത്, എഡ്യൂക്കേഷൻ വഴിയാണോ നമുക്ക് കിട്ടുന്നത്, അതല്ലെങ്കിൽ ഇൻറ്ററാക്ഷൻസ് വഴിയാണോ ലാംഗ്വേജ് കിട്ടുന്നത്? നോം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഇതെവിടെയുണ്ട്? സ്റ്റോർഡ് ഇൻ ബ്രെയിൻ അല്ലേ? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ എന്തുണ്ട്? നമ്മുടെ ലാംഗ്വേജ് അക്വയർ ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസ് അല്ലേ, ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ഭാഷാ സമ്പാദന ഉപാധി, ഇതുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പം നമ്മുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ നോം ചോംസ്കി കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റ്. ഇനി ഇത് കൂടാതെ വേറെയും കുറേ കോൺസെപ്റ്റുകൾ നമ്മുടെ നോം ചോംസ്കി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? യൂണിവേഴ്സൽ ഗ്രാമർ, ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ, അതുപോലെ തന്നെ ഡീപ്പ് സ്ട്രക്ചർ, സർഫേസ് സ്ട്രക്ചർ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി ആര് പറഞ്ഞിട്ടുണ്ട്? നോം ചോംസ്കി പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റുകളാണ് നോം ചോംസ്കി കൊണ്ടുവന്നിട്ടുള്ളത്. 9th ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉള്ള ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? നമുക്കറിയാം മോട്ടിവേഷൻ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ പറ്റും അല്ലേ? ഇൻട്രിൻസിക് മോട്ടിവേഷനും വരുന്നുണ്ട്, എക്സിൻട്രിൻസിക് മോട്ടിവേഷനും വരുന്നുണ്ട്. അപ്പം എക്സിൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാനായിട്ട് പുറത്തു നിന്നുള്ള എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതാണ് എവിടെ വരുന്നത്? എക്സിൻട്രിൻസിക് മോട്ടിവേഷൻ. പുറത്ത് അതല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു ഔട്ട്സൈഡ് ഫാക്ടർ നമ്മുടെ ആക്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എക്സിൻട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? മോട്ടിവേഷൻ എവിടെ നിന്ന് തന്നെയാണ് വരുന്നത്? വിത്തിൻ ദ പേഴ്സൺ ആണല്ലേ, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ശക്തി അല്ലെങ്കിൽ ഒരു പ്രേരണ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഏതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്? എ ടീച്ചർ പ്രൈസിങ് എ സ്റ്റുഡൻറ് വെൻ ഷീ റേസസ് ഹെർ ഹാൻഡ്, അപ്രീഷിയേറ്റിംഗ് എ ഗ്രാജുവേറ്റ് വിത്ത് ഹോണേഴ്സ്, ട്രൈയിങ് ഔട്ട് ദ ഹൈസ്കൂൾ ബാസ്കറ്റ്ബോൾ ടീം, ഡി റണ്ണിങ് എ മാരത്തോൺ ടു സപ്പോർട്ട് ക്യാൻസർ പേഷ്യൻസ്. ഇവിടെ ഏതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്? ഇവിടെ ഹാൻഡ് റൈസ് ചെയ്യുന്ന കുട്ടികളെ ടീച്ചർ പ്രൈസ് ചെയ്യുന്നതാണോ? ഇനി അതും അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകളെ ഹോണേഴ്സ് കൊടുത്ത് അപ്രിഷിയേറ്റ് ചെയ്യുന്നതാണോ? അതല്ലെങ്കിൽ ഒരു ബാസ്കറ്റ്ബോൾ ടീമിലോട്ട് സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രൈകളാണോ? അതല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാരത്തോണിൽ പങ്കെടുക്കുന്നതാണോ? ഏതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ഫോഴ്സ് നമുക്ക് വന്നിട്ടുള്ളത്. ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് അല്ലേ? റണ്ണിങ് എ മാരത്തൺ ടു സപ്പോർട്ട് ക്യാൻസർ പേഷ്യൻസ്. ക്യാൻസർ പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു മാരത്തണിൽ പങ്കെടുക്കുന്നു. ഇവിടെ നിന്ന് പുറത്തുനിന്ന് നമുക്ക് യാതൊരു തരത്തിലുള്ള അപ്രിസിയേഷൻസോ റിവാർഡ്സോ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് എന്താണ്? ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ കിട്ടുന്നത്. അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ പ്രത്യേകത. ഇനി ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ, കൈകളെ റേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാണ്? ടീച്ചർ പ്രൈസ് ചെയ്യും. സോ ടീച്ചറിൻ്റെ പ്രൈസസ് കിട്ടാൻ വേണ്ടിയിട്ട്, പ്രൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാൻഡ് റൈസ് ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് എന്തുണ്ട്? ഒരു കാരണം അവിടെ ഉണ്ട്. ഓക്കെ, ഇനി എന്താണ്? ഗ്രാജുവേറ്റ്സിനെ ഹോണേഴ്സ് കൊടുത്ത് അപ്രിഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹോണേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രാജുവേറ്റ്സ് ആകുന്നു. അടുത്തതാണ് ബാസ്കറ്റ്ബോൾ ടീമിൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. അതിനൊക്കെ എന്താണ്? പുറത്തുനിന്നുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ആക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ 3 ഓപ്ഷൻസിലും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് ലേണിംഗ്? ലേണിങ്ങിൻ്റെ പ്രൊഡക്റ്റ് അല്ലാത്തത്, ലേണിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരാത്ത പ്രൊഡക്റ്റ് എന്താണ്? ആറ്റിറ്റ്യൂഡ്സ്, സ്കിൽസ്, മെച്ചുറേഷൻ, നോളജ്. എന്താണ് ലേണിങ്ങിൻ്റെ പ്രൊഡക്റ്റ് അല്ലാത്തത്? എന്താണ് ലേണിങ്ങിൻ്റെ പ്രൊഡക്റ്റ് അല്ലാത്തത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? മെച്ചുറേഷൻ. മെച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ബയോളജിക്കലി ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള കുറേയധികം സ്കിൽസ് നമുക്കുണ്ട് അല്ലേ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കുറേ കഴിവുകളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷേ ഈ കഴിവുകളൊന്നും നമ്മൾ ജനിച്ചതിൻ്റെ പിറ്റത്തെ ദിവസം അല്ലെങ്കിൽ ജനിച്ചപ്പം മുതൽ നമുക്ക് പുറത്തോട്ടെടുക്കാനായിട്ട് പറ്റില്ല. അത് ഗ്രാജുവലി ആണ് അതിലെ കഴിവുകൾ നമുക്ക് പുറത്തോട്ടെടുക്കാനായിട്ട് പറ്റുന്നത് അല്ലേ. നമുക്ക് എന്തിനുള്ള കഴിവുണ്ട്? എഴുതാനുള്ള കഴിവുണ്ട്, നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഓടിച്ചാടി നടക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ ജനിക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തോട്ടെടുക്കാനായിട്ട് പറ്റില്ല. അതിനൊക്കെ എന്തുണ്ട്? കൃത്യമായിട്ടുള്ള സമയമുണ്ട്. ആ സമയത്തിനനുസരിച്ച് നമുക്ക് പ്രായമാകും തോറുമാണ് എന്ത് ചെയ്യുന്നത്, ആ കഴിവുകൾ നമുക്ക് പുറത്തോട്ടെടുക്കാനായിട്ട് പറ്റുന്നത്. അതൊരിക്കലും എന്തിൻ്റെ ഭാഗമല്ല, ലേണിങ്ങിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിനു മുന്നേ, നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ ബയോളജിക്കലി ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സ്കില്ലുകൾ, നോളജ്, ഇതൊക്കെ എന്തിൻ്റെ പ്രൊഡക്റ്റായിട്ടാണ് വരുന്നത്? ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ പ്രൊഡക്റ്റായിട്ടാണ് വരുന്നത്. ഒരു പ്രത്യേക ആളുകളോട്, അതല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോട് നമുക്ക് തോന്നുന്ന പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അത് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കാം. ചില കഴിവുകൾ നമ്മൾ വികസിപ്പിക്കുന്നു അല്ലേ, നല്ല രീതിയിൽ പാടാനുള്ള കഴിവ്, അത് ചിലപ്പോൾ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതായിരിക്കാം. ഇനി നോളജ് എന്ന് പറയുന്നത്, കുറേ നോളജ് നമ്മൾ അക്വയർ ചെയ്യുന്നു, അത് എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്? ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവിടെ കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? നമ്മുടെ മെച്ചുറേഷൻ ആണ്. മെച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബയോളജിക്കലി ഇൻഹെറിറ്റഡ് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അല്ലേ, ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സ്ഥിരമായിട്ട് എല്ലാ കേട്ടറ്റിനും തിരിച്ചു മറിച്ചുമൊക്കെ ചോദ്യം ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തത്, നോക്കിയത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ഫാക്ട്സും കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളാണെങ്കിലും PYQ അനലൈസ് ചെയ്യുന്ന സമയത്ത് ചോദ്യം വായിക്കുന്നു, അതിൻ്റെ ആൻസർ നോക്കുന്നു, അങ്ങനെയല്ല പോകേണ്ടത്. ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ ആ ഒരു ഉത്തരവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തോരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അപ്പോൾ ആ രീതിക്ക് നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഇതെൻ്റെ അവസാനത്തെ കേട്ടറ്റാണ് എന്ന് വിചാരിച്ചിട്ട് തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഈ കേട്ടിട്ട് പുഷ്പം പോലെ ഇങ്ങോട്ട് പാസ്സാവാനായിട്ട് പറ്റും. പക്ഷെ അതിന് എന്തുണ്ടായിരിക്കണം, പഠിക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം, നല്ലപോലെ കോൺസെപ്റ്റുകൾ പഠിക്കണം, നിങ്ങളുടെ പഠനം വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം, നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് പഠിച്ച് ഈ വരുന്നൊരു കേട്ടറ്റ് എല്ലാവർക്കും നല്ലപോലെ നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിതുപോലുള്ള കുറേ PYQs ഒക്കെ ആയിട്ട് വരും നാളുകളിൽ പല പല വീഡിയോസിലായിട്ട് കണ്ടുമുട്ടാം. ആർക്കെങ്കിലും ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട, നമ്മളിവിടെ സെറ്റാണ്. കുറേ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് ലൈവ് സെഷൻസും ഒക്കെ ആയിട്ട് ടീം സൈലം റെഡിയാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ക്ലാസ്സിന് തുടക്കത്തിൽ തന്നെ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തരും. നല്ലപോലെ പഠിക്കുക. എങ്ങനെയാണെങ്കിലും ഈ കേട്ടറ്റ് അവസാനത്തെയാണെന്ന് ചിന്തിച്ച് നല്ലപോലെ പഠിച്ച് നേടിയെടുക്കുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ ചില ക്വസ്റ്റ്യൻസും പുതിയ ചില കോൺസെപ്റ്റും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്